നമ്മുടെ നാട്ടിൽ സ്കൂൾ കുട്ടികൾ കോപ്പി അടിച്ച് കഴിച്ചാൽ അവനെ ഒന്നും പിന്നെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കാത്ത ഒരു നിയമമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതേ സമയത്താണ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ തല നഞ്ചക്ക് കൊണ്ട് അടിച്ചു പൊട്ടിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. എന്ന് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതേണ്ട ഒരു 16-കാരന്റെ ജീവൻ ഇല്ലാതാക്കി 5 പ്രതികളെ ഇന്ന് പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ന്യൂസ് തുറന്നു നോക്കിയാൽ നമ്മൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 5 പ്രതികളെയും പരീക്ഷ എഴുതിക്കുമെന്നും അത് പരീക്ഷ എഴുതിക്കാൻ സമ്മതിക്കില്ലെന്നും യുവജന സംഘടനകൾ. ഈ പ്രതികൾക്ക് വേണ്ടി നീണ്ട നേരം പോലീസാണ് അവിടെ തമ്പടിച്ച് കിടക്കുന്നത്. പോലീസ് വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ എന്തെങ്കിലും ക്രൈം ചെയ്യുന്ന ഒരാളെ അവസാനം എല്ലാം ചെയ്തതിനു ശേഷം പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്കും കോടതിയിൽ നിന്ന് ജയിലിലേക്കും ഇവർ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. നാട്ടുകാർ കൈവെക്കാതിരിക്കാൻ വേണ്ടി ഈ ക്രിമിനൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാലത്ത് നമ്മുടെ കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പരിപാടി. ഇവിടെ ക്രൈം നടക്കാൻ ഇടയുള്ള സാഹചര്യത്തിൽ പോലും അതിനെതിരെ പ്രവർത്തിക്കാതെ ക്രിമിനലിനെ പൊതിഞ്ഞുകൊണ്ട് മുട്ടായിക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുന്നൊരു കലാപരിപാടിയാണ് അടുത്ത കാലത്തായിട്ട് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൈം നടക്കുന്നതിന് മുൻപേ ഒരു നടപടി എടുക്കാനും. നമ്മുടെ നാട്ടിൽ ലഹരിയുണ്ട്, ഇതുപോലെ തലതിരിഞ്ഞ കുറേ പയ്യന്മാരുണ്ട്, വെളിവില്ലാത്തവന്മാർ നടക്കുന്നുണ്ട്. ഇവന്മാരെ കൺട്രോൾ ചെയ്യാനും ഇവന്മാർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ സ്റ്റേറ്റ് പോലീസിന് സാധിക്കുന്നില്ല. ഈ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സേനയാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല ബോധമുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം ക്രിമിനൽ ആക്ടിവിറ്റി നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തയാണ്. ഇപ്പോൾ ഈ 5 പയ്യന്മാരെ പരീക്ഷ എഴുതിപ്പിക്കണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ സർക്കാരും പോലീസും എല്ലാം നിൽക്കുന്നത്. അതിന് നിയമസാധുത കൂടിയുണ്ട്. അവരെ പരീക്ഷ എഴുതിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിയമവും കൂടിയുണ്ട്. അതെല്ലാം ശരി. നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു ഭാഗമുണ്ട്. ഈ ഇല്ലാതായിപ്പോയ 16 വയസ്സുകാരൻ ഇന്ന് എക്സാം എഴുതേണ്ടതായിട്ട് അവൻ്റെ ഫാമിലിയുടെ പ്രതീക്ഷയാണ് ഈ 5 പേര് ഇല്ലാതാക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, 5 പേര് ചേർന്ന് ഒരാളുടെ ഫാമിലിയുടെ പ്രതീക്ഷയാണ്, ഫ്യൂച്ചറാണ് ഇല്ലാതാക്കി കളഞ്ഞത്. ആ മാതാപിതാക്കന്മാർക്ക് ഇന്നുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അവനിന്ന് എക്സാം എഴുതേണ്ട പയ്യനാണ്. ആ പയ്യൻ്റെ ലൈഫാണ് ഇല്ലാതാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ടു പോയ ഈ ഷഹബാസിൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഷഹബാസ് കൊലക്കേസ് കുറ്റാരോപിതരായ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുതായിരുന്നു, ഇത് കുടുംബത്തിന് വലിയ വേദനയാണെന്ന് ഇക്ബാൽ പറയുന്നു. സത്യമല്ലേ? ഇവന്മാർ നമ്മുടെ നാട്ടിൽ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഈ 5 പേരെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വലിയൊരു ശതമാനം കുട്ടികളും ഇന്ന് എക്സാം എഴുതുന്നുണ്ട്. അതേ ക്ലാസ്സിലിരുന്ന് ഈ മരണപ്പെട്ടു പോയ പയ്യൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഇന്ന് എക്സാം എഴുതുക. അവർക്ക് എക്സാം ഇന്ന് പ്രിപ്പയർ ചെയ്ത പോലെ എഴുതി വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ക്ലാസ്സിൽ എഴുന്നിട്ട് സത്യത്തിൽ ഈ 5 പേര് തൊലച്ച് കളയുന്നത് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ലൈഫാണ്. അവർക്കുണ്ടാവുന്ന ഒരു ആ ക്ലാസ് റൂമിൽ കയറിയിരിക്കാൻ നേരത്ത് ആ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ? ആ കുട്ടികൾക്ക് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു മൈൻഡിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ? കാരണം കൂട്ടുകാരനാണ് 2 ദിവസം മുമ്പ് ഇല്ലാതായി പോയത്. അവൻ്റെ ആ റോൾ നമ്പർ അവിടെ എഴുതിയിട്ടിരിക്കുകയാണ്, ഒരു സ്പേസ് അവിടെ കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടികളെല്ലാം എക്സാം എഴുതുന്നത്. ഞാനീ പറയുന്നത് ഈ 5 പേരെ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ നിയമവും പോലീസും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് ആ ക്ലാസ് റൂമിലുള്ള ബാക്കി കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എക്സാം എഴുതാൻ പറ്റുമോ? അവർക്ക് പ്രിപ്പയർ ചെയ്ത പോലെ പേപ്പറിനകത്ത് എഴുതി വെക്കാൻ പറ്റുമോ? അവരുടെ മനോനില എന്ത് അവസ്ഥയിലായിരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് പലരും ആലോചിക്കുന്നില്ല. ആ കുട്ടികളുടെ അവസ്ഥ, ആ ക്ലാസ് റൂമിലെ ആ സ്കൂളിലുള്ള അധ്യാപകരുടെയും കുട്ടികളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു പയ്യനില്ലാതായി പോയത്. അവരിന്ന് എഴുതേണ്ട എക്സാമാണ്. അവരുടെ കൂടെ ഇരുന്ന് എഴുതുന്ന കുട്ടികളുണ്ട്. അവരുടെ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 5 പയ്യന്മാരെയും വളർത്തി വഷളാക്കിയത് ഇവരുടെ ഫാമിലിയാണെന്നുള്ള രീതിയിലാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത്. ഷഹബാസ് വധക്കേസ് പ്രധാന പ്രതിയുടെ പിതാവിനെയും പ്രതി ചേർത്തേക്കും. നഞ്ചക്ക് നൽകിയത് ഇയാളെന്ന് വിലയിരുത്തുക. അതായത് സ്വന്തം അച്ഛനാണ് മോന് നഞ്ചക്ക് കൊടുത്തത് മറ്റേ പയ്യൻ്റെ തലയടിച്ചു പൊട്ടിക്കാൻ വേണ്ടി. അമ്മാതിരി ഫാമിലിയിൽ നിന്നൊക്കെയാണ്, ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരൊക്കെയാണ് അച്ഛനും മോനുമായിട്ട് ഇരിക്കുന്നത്. നഞ്ചക്ക് കൊടുത്ത് മറ്റേ പയ്യൻ്റെ തല അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രതികൾ ഒരാളുടെ പിതാവ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ഈ കേസ് അങ്ങോട്ട് പോകുന്ന ഇനി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. 3 പ്രതികളും താമരശ്ശേരി സ്കൂളിൽ നേരത്തെ ഉണ്ടായ സംഘർഷത്തിലെ പ്രതികളാണെന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇവന്മാർക്ക് നേരത്തെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് വേണ്ടിയാണ് കേരള പോലീസ് ഇന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് സംരക്ഷണം നൽകേണ്ട ബാക്കി ഡ്യൂട്ടിയൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ആ ജുവനൈൽ ബോർഡിൻ്റെ മുമ്പിൽ വന്നിട്ട് നിൽക്കുന്നത്. ഇന്ന് ജുവനൈൽ ബോർഡിലാണ് ഈ പയ്യന്മാർക്കെല്ലാം കൂടെ എക്സാം എഴുതാൻ, ജുവനൈൽ ഹോമിലാണ് എക്സാം എഴുതാൻ
അവസരം നൽകിയത്. അതിന് മുമ്പിലെല്ലാം പ്രതിഷേധമാണ്. അതായത് ഈ പയ്യന്മാരുടെ ഈ 5 പേരെയും ക്രിമിനലാക്കിയത് ഇവരുടെ ഫാമിലി തന്നെയാണ്. തലയടിച്ച് പൊട്ടിക്കാൻ അച്ഛൻ തന്നെ നെഞ്ചക്ക് കൊടുക്കുന്നു, അത് വെച്ചിട്ട് അവനെ അടിക്കുന്നു. ഇതിനു മുമ്പും സംഘർഷം ഉണ്ടാക്കുന്നു, അവന്മാരെ പറഞ്ഞ് തിരുത്താതിരിക്കുന്നു. ഇപ്പം കൊണ്ടുപോയിട്ട് എക്സാം എഴുതാനിരിക്കുക പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഖജനാവിലെ പൈസയും അല്ലെങ്കിൽ നമ്മുടെ നികുതി പണമൊക്കെ ചിലവാക്കുന്നത് ഇതുപോലെ ക്രിമിനലുകൾക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ കേസും അടുത്ത കാലത്തായിട്ട് നിങ്ങൾ കേസെല്ലാം നോക്ക്. പോലീസ് വരുന്നു, പോലീസ് ക്രിമിനലിനെ പിടിക്കുന്നു, അതിനുശേഷം കോടതി കൊണ്ടുപോകുന്നു, സുരക്ഷ എടുക്കുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, സുരക്ഷ ഒരുക്കുന്നു. ഇതല്ലാതെ ഒരു പരിപാടിയില്ല. ഇവിടെ ക്രൈം ഇല്ലാതാക്കാൻ ഇവിടെ ആരെന്ത് ചെയ്യുന്നു എന്നായി പറയുന്നത്? ആരും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ക്രിമിനലായിട്ടുള്ള 5 പേർക്കും പരീക്ഷ എഴുതാൻ അനുവാദം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കെ, ഇന്ന് ഈ എക്സാം നടക്കുകയാണെന്ന് വെക്കുക. ഇവിടെ ഒരു പ്രശ്നവും നടന്നില്ല, എക്സാം നടക്കുകയാണ്. ഈ എക്സാം നടക്കുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ്റെ കയ്യിൽ ഇതുപോലെ കോപ്പി അടിക്കാൻ ഒരു പേപ്പർ ഉണ്ടെന്ന് കരുതുക. പെട്ടെന്ന് ഒരു സ്ക്വാഡ് വരുന്നു, ആ പയ്യനെ പിടിക്കും. അവനെ എത്ര വർഷത്തേക്ക് അവനെ എക്സാമിൽ നിന്ന് മാറ്റി നിർത്തും? അവിടെ ഒരു വികാരമില്ല. ഈ നാട്ടിൽ കോപ്പി അടിച്ച് എക്സാം എഴുതാൻ നേരത്ത് ഇവിടെ ആൾക്കാരെ മാറ്റി നിർത്തും, അവൻ എക്സാം എഴുതാതെ മാറ്റി നിർത്തും. അപ്പോൾ ഇവിടെ മനുഷ്യാവകാശവും ഇല്ല, കുട്ടികൾക്കുള്ള അവകാശവും ഇല്ല. അതേസമയം ഏതെങ്കിലും ഒരു പയ്യനെ നഞ്ചക്ക് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് ഒരുത്തൻ്റെ ലൈഫും ഫ്യൂച്ചറും ഒരു ഫാമിലിയുടെ പ്രതീക്ഷ ഇല്ലാതാക്കി ക്രിമിനൽസിന് എക്സാം എഴുതാൻ നമ്മുടെ നാട്ടിൽ അവസരമുണ്ട്. നമ്മുടെ നാട്ടിൽ സ്കൂൾ കുട്ടികൾ കോപ്പി അടിച്ച് കഴിച്ചാൽ അവനെ ഒന്നും പിന്നെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കാത്ത ഒരു നിയമമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതേ സമയത്താണ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ്റെ തല നഞ്ചക്ക് കൊണ്ട് അടിച്ച് പൊട്ടിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റമെന്ന് പറയുന്നത് തുണ്ടുപേപ്പറിനകത്ത് കോപ്പി എഴുതുന്നതാണ്, അത് നോക്കി പരീക്ഷ എഴുതുന്നതാണ്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കേണ്ടതായിട്ടുണ്ടോ?